നേത്തിയാരം എവിടെ പോയിട്ട് വരുന്ന വഴിയാണോ ആവോ? നാക്കില്ലത്ത് വെച്ചിരിക്കാൻ തോന്നുന്നു. ഇയാൾക്ക് നാക്കില്ലെന്ന് വെച്ച് ഈ ഉള്ളവന്റെ ഒരു ആഗ്രഹം പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. ആഗ്രഹമല്ല, എന്താ അതിന് പറയുക? ഒരിത് ഉള്ളത് പറയാലോ. ഈ മീശ മുളയ്ക്കാത്ത ചെത്ത് പിള്ളേരെ സ്റ്റൈലൊന്നും എനിക്കറിഞ്ഞുകൂടാ. എനിക്ക് ഇയാളെ വലിയ ഇഷ്ടമെന്ന് വെച്ചാ ഭയങ്കര ഇഷ്ട. ഈ കല്യാണം കഴിക്കുന്നൊരു ഇഷ്ടമില്ലേ, ആ ഇഷ്ടം. അല്ല, ഇയാൾക്കെങ്ങനെ എന്നോട്? എനിക്കിഷ്ടമല്ല. അയ്യേ, കളഞ്ഞു. കുളിക്കാൻ വരുന്നതിനും ബസ് സ്റ്റാൻഡിലുള്ളതിനെയൊക്കെ ദിവസം രാത്രി ഇഷ്ടപ്പെടാറുള്ളതല്ലേ? തൽക്കാലം അവരെയൊക്കെ ഇഷ്ടപ്പെട്ടാ മതി. അയ്യേ, ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? എനിക്ക് കലശലായ പ്രേമം മൂത്തുപോയില്ലേ? ഇതൊരു നടക്ക് പോകുന്ന ലക്ഷണമില്ലല്ലോ. നേർച്ചക്കാശിന് കനന്നോയി കൂതാശയ്ക്ക് പോകുന്ന ചില പള്ളിപ്പാതിമയുടെ സ്വഭാവമാണ് എനിക്കെന്ന് നീ വിചാരിച്ചോ? എന്റെ ആദർശപരമായ രാഷ്ട്രീയമാണ്. വാണിയംകുളം വിശ്വന്റെ 5 ലക്ഷം വാങ്ങി പൊന്നുരുത്തിലെ ജനങ്ങളെ ഒറ്റിക്കൊടുക്കണം. കോംപ്രമൈസ് ഇരു കൂട്ടർക്കും നല്ലതല്ലെന്ന് വിചാരിച്ച്. എത്രടാ നിനക്ക് കമ്മീഷൻ? പണം വാങ്ങേണ്ട. കോംപ്രമൈസിന് സമ്മതിച്ച മാധവേട്ടന്റെ അറസ്റ്റ് ഒഴിവാക്കാം. കോംപ്രമൈസ്, വഴങ്ങൽ അല്ലെങ്കിൽ കീഴടങ്ങൽ ശീലിച്ചിട്ടില്ല മാധവൻ. പിന്നെ അറസ്റ്റ്, പോലീസ് സ്റ്റേഷനും കോടതിയൊന്നും മാധവന് പുത്തരിയല്ല. കൊല്ലം കുറെ ആയല്ലോ കൂടെ അടക്കാൻ തുടങ്ങിയിട്ട്. എന്നിട്ടും മാധവനെ നിങ്ങൾ അറിയാൻ ശ്രമിച്ചിട്ടില്ല. കഷ്ടം. മിസ്റ്റർ മാധവൻ, യു ആർ അണ്ടർ അറസ്റ്റ്. വയലാർ മാധവനെ അറസ്റ്റ് ചെയ്യാൻ ഞങ്ങൾ സമ്മതിക്കില്ല. പ്രതികാര നടപടികൾ അവസാനിപ്പിക്കുക. ഞങ്ങളുടെ സഖാവിനെ അറസ്റ്റ് ചെയ്ത് ഒരടി മുമ്പോട്ട് പഠിക്കലേ ജീപ്പ് നെഞ്ചത്ത് കൂടി കയറ്റി ഇറക്കണം. അരുത് പള്ളിപ്പാട. വാണിയംകുളം വിശ്വൻ ഇയാൾ കൊടുത്ത വാക്ക് പാലിക്കട്ടെ. DYSP കരിപ്പായി ആന്റണി യജമാന സ്നേഹമുള്ള നായ. വണ്ടിയിലോട്ട് കയറ്. ഇൻക്ലാബ് സിന്ദാബാദ്, ഇൻക്ലാബ് സിന്ദാബാദ്, ഇൻക്ലാബ് സിന്ദാബാദ്, ഇൻക്ലാബ് സിന്ദാബാദ്, ഇൻക്ലാബ് സിന്ദാബാദ്, ഇൻക്ലാബ് സിന്ദാബാദ്, ഇൻക്ലാബ് സിന്ദാബാദ്. അവർ വയലന്റ് ആകുന്നതിന് മുമ്പ് സഖാവ് മാധവനെ കോടതിയിൽ ഹാജരാക്കുന്നതല്ലേ പ്രശ്നങ്ങൾ ഒഴിവാക്കാനുള്ള ബുദ്ധി? ഉപദേശം വേണ്ട. എന്താ വേണ്ടതെന്ന് എനിക്കറിയാം. സർ, ദയവായി സംയമനപരമായി കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുക. അത്രയും ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. തോക്കിനും ലാത്തിക്കും പണിയുണ്ടാക്കും സഖാക്കള്. സർ പ്ലീസ്, സഖാവ് മാധവനെ കോടതിയിൽ ഹാജരാക്കണം. നോ സർ, ഞാൻ പറയുന്നത് നല്ല മനസ്സോടെ കേൾക്കണം. സഖാവ് മാധവനെ കാണണമെന്ന് ഈ നിൽക്കുന്ന ജനങ്ങൾ ആവശ്യപ്പെട്ടാൽ കാണിക്കടോ. മാധവനല്ല, മാധവന്റെ. താൻ ആർക്കെങ്കിലും വാക്ക് കൊടുത്തിട്ടുണ്ടോ ഇത്ര സമയത്തിനുള്ളിൽ മാധവനെ കോടതിയിൽ ഹാജരാക്കാവുന്നു? ഹാജരാക്കില്ലെന്ന് സാർ ആർക്കെങ്കിലും വാക്ക് കൊടുത്തിട്ടുണ്ടോ? ഇവരോട് സംയമനം പാലിക്കാൻ പറയണം. എനിക്ക് സഖാവ് മാധവനെ കാണണം. സഖാവ് മാധവൻ ഇവിടെ ഇല്ല. പിന്നെ എവിടെ? എന്ത് സംഭവിച്ചു? എവിടെ ഒളിപ്പിച്ചു? എനിക്കറിയില്ല. എനിക്ക് DYSP കാണണം. സഖാവ് മാധവനെ അറസ്റ്റ് ചെയ്തിട്ട് 6 മണിക്കൂർ കഴിഞ്ഞു. ഇതുവരെ കോടതി ഹാജരാക്കിയിട്ടില്ല. ചത്തോ ജീവിച്ചിരിപ്പുണ്ടെന്ന് എനിക്കറിയണം. സഖാവിനെ എനിക്കൊന്ന് കാണണം. ചത്താൽ 24 മണിക്കൂറിനുള്ളിൽ ശവം കാണും. ജീവിച്ചിരിപ്പുണ്ടാൽ 24 മണിക്കൂർ കഴിഞ്ഞ് ആളെ കാണാം. ഇറങ്ങി പോകും. ഞാൻ വന്ന് സഖാവിനെ കാണാനാണ്. കണ്ടിട്ടേ പോവും. അത്ര നിർബന്ധമാണെങ്കിൽ നീ കണ്ടിട്ട് പോയാ മതി. കളിച്ചോ നീ? എന്നോടുള്ള നിന്റെ കളി ലോൺ എടുത്ത കളിയാന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? 12 മണിക്കൂറിനകം മാധവട്ടം പുറലോകം കാണും. നീ ഏത് പാതാളത്തിൽ കൊണ്ട് ഒളിപ്പിച്ചാലും. വാക്കെന്റെയാ, ഭരതന്റെ.
ഒരു രാവും പകലും ആ മാധവനെ കസ്റ്റഡി വയ്ക്കണം. അതെന്റെ ഒരു വാശിയാ. ചുമലക്കൊടിയും പിടിച്ചോണ്ട് ഇംഗ്ലാബ് ജാതികള് ശേഷം പഠിക്കല്. ഓ, ഈ സഖാക്കളുടെ ഒരു വർഗസ്നേഹേ അത് വല്ലാത്ത സൂത്രപ്പണി തന്നെയാ. കാക്കക്കൂട്ടിൽ കല്ലെറിഞ്ഞ് എങ്ങനെ ഇരിക്കും അതുപോലെയാ. ഇയാളുടെ പാർട്ടിക്കാരുടെ ഇതൊക്കെ കണ്ടുപഠിക്കാൻ പറയടൂ, അല്ലാതെ പട്ടികൾ കടിപിടി കൂടും പോലെ. ആ മതി മതി. നമുക്കൊക്കെ ആണെങ്കിൽ ഇപ്പൊ കണ്ടകശനിയാ. മുഖ്യമന്ത്രിക്ക് പറയാം പെണ്ണുടെ അടുത്തെല്ലാം പെൺവാണിഭം ഉണ്ടെന്ന്. പക്ഷെ ഇപ്പൊ എന്റെ ഗതി ഇങ്ങനെയാ. ആ DYSP ഉണ്ടല്ലോ, ഹറാം പറഞ്ഞ പന്നി, 4 കാശ് കണ്ട അവൻ അപ്പം 4 കാലും പറിച്ച് അവിടെ വീഴും. സഖാക്കൾ കയറി ഒന്ന് വിരട്ടിയാ മതി, മാധവൻ എവിടെ ഉണ്ടെന്ന് അയാൾ മണി പോലെ പറയും. എവിടാ? അവിടെ. ഹലോ, കൃഷ്ണ ഗുരുവായൂരപ്പ. കസ്തൂരീ തിലകം ലലാടഫലകെ വക്ഷസ്ഥലേ കൗസ്തുഭം നാസാഗ്രേ നവമൗക്തികം കരതലേ വേണും
പോയിട്ട് എന്തായി മോളെ? പറ്റില്ല അച്ഛാ. ഇതിലെങ്ങനെയാ അച്ഛാ ഈ മണികളിട്ട് കെട്ടുക? ഡ്രസ്സാണെങ്കിൽ പിഞ്ചി കീറി. എല്ലാം കൂടി 5000 റുപ്യ വരുമെന്നാ മാഷ് പറയണേ. 5000 റുപ്യോ? ശിവ ശിവ, നൃത്തോത്സവത്തിനാണെങ്കിൽ ഇനി അധികം ദിവസവും ഇല്ല. ഇനിയിപ്പോ എന്താ ചെയ്യാ? പണവും ഇല്ല, ആരോടും കടം ചോദിച്ചിട്ട് ശീലവുമില്ല. വേണ്ട അച്ഛാ, അച്ഛന്റെ മോൾക്ക് ഭാഗ്യമില്ലെന്ന് ആശ്വസിച്ചോളാം. ഈ കൊല്ലം മാത്രമല്ലല്ലോ, അടുത്ത കൊല്ലവും വരില്ലേ നൃത്തോത്സവം? കുത്തില്ല. എങ്ങനെ കുത്തുണ്ടാകും? നേരിൽ പൊന്നുരുത്തിയല്ലേ? തിരുവേനിയോ? കുറച്ച് ആസ്വാദനമാവാം. എന്താ? അയ്യോ വേണ്ട, ഒരു സഹായം ചോദിക്കാൻ വന്നതാ. ചുമ്മാ ചോദിക്ക് തിരുമേനി. കുറച്ച് ഉറുപ്പ്യ കടന്നെന്നാല് വൈകാണ്ടം കണ്ട് മടക്കി തരാം. അത്രേ ഉള്ളോ? പോയാ നെട്ടൂർ പെട്ടി എടുത്തോണ്ട് വാ. നെട്ടൂർ പെട്ടി പോ. തിരുമേനി ഒന്ന് വീശുന്നോ? നല്ല സാധനമാ. പിടി. അയ്യോ വേണ്ട. വേണ്ടേ? ശീലമില്ല. വേണ്ടെങ്കി വേണ്ട. അനാവശ്യക്കാരനോട് ഇവന്റെ കാര്യത്തിൽ നിർബന്ധം പാടില്ലെന്നാണ് മദ്യപന്മാരുടെ ശാസ്ത്രം. മനസ്സിലായോ? നെട്ടൂർപ്പെട്ട് റെഡി. തുറക്കടാ. അയ്യോ ഇത് അധിക. ഒരു 5000 റുപ്യ മതിയായിരുന്നു. എനിക്ക് എണ്ണി കൊടുത്തൊന്നും ശീലമില്ല, പാരി കൊടുത്തിട്ടേ ഉള്ളൂ. അമ്മ തമ്പുരാട്ടിക്ക് ഭാഗം കിട്ടിയ വകയിലേ ഒരുപാടുണ്ടേ. ഭരതനെ ഇട്ടു മൂടി കുഴിച്ചിട്ടാലും പിന്നെയും ബാക്കി. ആർക്ക് വേണ്ടി കരുതി വെക്കാനാ? തീരട്ടെ. ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല. എന്റെ കുട്ടിക്ക് നൃത്തോത്സവത്തിൽ പങ്കെടുക്കാൻ ഭാഗ്യമുണ്ടാക്കി തന്നതിന്. തിരുമേനി പറഞ്ഞത് അങ്ങോട്ട് വ്യക്തമായില്ല. നാളെ കലാമണ്ഡലത്തിൽ നൃത്തോത്സവമാണ്. ഗോപിക പങ്കെടുക്കുന്നുണ്ട്. ഇയാളുടെ മകള് കാമകല ആടിയില്ലാന്ന് വെച്ച് ഭൂമി തലകീഴ് മറിയില്ല. അഹങ്കാരി. അവൾ ആരാന്ന വിചാരം? പത്മാ സുബ്രഹ്മണ്യം അതോ ചിത്ര വിശ്വേശ്വരനോ? തിരുമേനി ഒന്ന് നിന്നേ. ഇയാളുടെ മകൾക്കൊരു ഭാവമുണ്ട്, അവളൊരു വെണ്ണ ചരക്കാണെന്ന്. അതിലെനിക്ക് 2 പക്ഷമില്ല. സ്ത്രീയുടെ ശരീര സൗന്ദര്യത്തിന്റെ അളവറിയോ തിരുമേനിക്ക്? 36, 24, 36. ആ അളവ് മകൾക്കുണ്ട്, സമ്മതിച്ചിരിക്കും. അല്ലാതെ ലാസ്യ കലയില് വട്ടപൂജ്യം. തന്നോട് പണം ചോദിച്ചു പോയി എന്ന അപരാധം മാത്രമേ ഈ പാവം ബ്രാഹ്മണൻ ചെയ്തിട്ടുള്ളൂ. ഗതികേടുകൊണ്ട ആക്ഷേപിക്കരുത്. ഒരച്ഛനോട് പറയാവുന്നതിലും കേൾക്കാവുന്നതിലും പരിമിതികളുണ്ട്. അത് ഇയാള് മനസ്സിലാക്കണം. ഒഴിക്കടാ ഒന്നൂടെ. ഹൈദരാലി പറഞ്ഞൊക്കെ നീ കേട്ടില്ലേ? ഇവനിത് എന്ത് ഭാവിച്ചോണ്ടാ? എന്തിന് സപ്പോർട്ട് ചെയ്യാൻ ഇവിടെ ഒരുത്തിയുണ്ട്? ഇനിയിപ്പോ കതിരെ കൊണ്ട് വളം വെച്ചിട്ട് വല്ല കാര്യമുണ്ടോ? അല്ലോ എത്തി വരുന്ന കാമശാസ്ത്രം എഴുതിയവൻ. ഞാനായിട്ടെല്ലാം പറഞ്ഞെന്നറിഞ്ഞാല് എന്റെ കാര്യം പോക്ക. അതുകൊണ്ട് സഖാവ് എന്നെ ഒഴിവാക്കിയേക്കണം. ഓക്കെ. ആഹാ വരുന്ന മതിയാ. എന്താണ് രാവിലെ ആരെ ചെണ്ടോട്ടാൻ ഇറങ്ങിയത്? ഏയ് ഒന്നുമില്ല, മാധവേട്ടന്റെ ലക്ഷ്മിയത്തിന്റെ വിശേഷങ്ങളൊന്നറിയാൻ. പോ. ഞാനാ അവിടെ നിന്നാ മതി. ഈ പെണ്ണിന്റെ ശരീരത്തിന്റെ അളവ് പഠിപ്പിക്കാൻ നീ ആരാടാ? വാത്സ്യായനോ? അയ്യേ, ഇന്നലെ നടത്തിയ കൂത്തുവരങ്ങൊക്കെ ഞാൻ അറിഞ്ഞു. അവിവേകം പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നതിനൊക്കെ ഒരു അതിലുണ്ട്. ഇങ്ങോട്ട് കയറുന്നതിന് മുമ്പ് ആ തിരുമേനിയെ കണ്ട് മാപ്പ് പറയണം. സാധിക്കില്ലെന്നുണ്ടോ? തുറന്നു പറ, ഇല്ല ഞാൻ പറയാം. മാധവേട്ടൻ പറഞ്ഞത് അനുസരിക്ക് ഭരത. ബ്രാഹ്മണ ശാപം നിഷ്ഫലമാവില്ല. മാപ്പ് പറഞ്ഞാൽ മാത്രം പോരാ, പ്രതിവിധിയും ചെയ്യണം. അതിങ്ങനെ തന്നെ. കേട്ടോ, അവളൊരു നല്ല കലാകാരിയാ. ഗതികേടിന്റെ പേരിൽ അർഹിക്കുന്ന അംഗീകാരം അവൾക്ക് കിട്ടാതെ പോകരുത്. ഇതൊരു ജോഡി ചെലങ്കയാ. ഇയാളുടേതാ. പണ്ട് നടനത്തിലൊക്കെ ലേശം കമ്പം ഉണ്ടായിരുന്നു. ഇനി ഇയാൾക്ക് എന്തിനത്? ഇത് തന്നെ ആ കുട്ടിക്ക് കൊടുക്കും. പിന്നെ തിരുമേനിയോട് മാപ്പ് പറയണം.
ഓ മാധവേട്ടൻ വഴക്ക് പറഞ്ഞത് കുറച്ച് കടുത്തു. കടുത്തുപോയോ? താനൊരു കാര്യം ചെയ്യും കൊണ്ട കേസ് കൊടു. അതോടെ വെക്കേ. ഇയാൾക്ക് കള്ളു കുടിക്കാനും വ്യഭിചരിക്കാനും ഉള്ള തറവാടല്ല ഇത്. ആ കെട്ടി താഴെ വെക്കാൻ. മകളുടെ ശരീരത്തിന്റെ സൗന്ദര്യശാസ്ത്രം മാത്രമേ വിവരിച്ചുള്ളൂ, അതോ കൂടെ കിടത്തി തരുമെന്ന് കൂടി ചോദിച്ചോ? ചോദിച്ചിട്ടുണ്ടാവും. അതൊരച്ഛന് മകളോട് പറയാൻ പറ്റില്ലല്ലോ. ഇതിന്റെയൊക്കെ അനുഭവിക്കും. അനുഭവിച്ചില്ലെങ്കിൽ ഈശ്വരന്മാരില്ല. അരുത് കുട്ടിയെ, അരുത്. വായിന്ന് വീഴുന്ന വാക്കും എറിയുന്ന കല്ലും തിരിച്ചെടുക്കാനാവില്ല. മാപ്പാക്കണം, അപേക്ഷയാണ്. ഇതിനു മുമ്പ് ഭരതനെ ധരിത്തിരിക്കുന്നത് കള്ളുകുടിക്കാണ്. ഇപ്പോ കാലും മുഖവും കഴുകാൻ, ശരീരശുദ്ധിക്ക് വേണ്ടി മനസ്സും ശരീരവും ശുദ്ധി വരുത്തി കഴിഞ്ഞു. ഓർക്കണം. ചിലങ്കയും വസ്ത്രങ്ങളുമാണ്. ഇതണിഞ്ഞ് ഗോപിക്ക് നൃത്തമത്സരത്തിൽ പങ്കെടുക്കണം. ഇത് സ്വീകരിക്കണം. എന്റെ ഒരു മനസ്സമാധാനത്തിന്. ക്ഷമിച്ചുവെന്ന് മനസ്സിന് ഉറപ്പുവരുത്താൻ. ഇയാളുടെ ചിലങ്ക കെട്ടി ഈ ഗോപിക്ക് നൃത്തം ചവിട്ടില്ല. അന്തിക്കൂട്ടിനെത്തുന്ന ഓരോരുത്തന്മാരുണ്ടല്ലോ, അവളുമാർക്ക് കൊണ്ട് കൊടുക്ക്. ആ മനസ്സമാധാനമൊക്കെ മതി. ഗോപിക, ഇയാളിത് കൊണ്ടുവന്നുണ്ട്, അതോ ഞാൻ വലിച്ചെറിയണോ? നീ എറിയില്ല. എറിഞ്ഞാ നീ അറിയും ഭരതനെ. ഭൂമിയോളം താഴ്ന്നു, പിന്നെ പാതാളത്തോളം. എനിക്കൊന്നേ പറയാനുള്ളൂ, ഈ ചിലങ്ക കെട്ടി നീ ആടണം. ആടും.